ബി ദിലീപ് കുമാർ, ഇവിടെ ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് റേറ്റിംഗ് ഡേറ്റയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുകയും ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നൊക്കെയായിരുന്നു ഓപ്പറേഷൻ സത്യയുടെ കണ്ടെത്തൽ. അതിൽ പോലീസ് എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ്, ഇതിൽ ശതകോടികളുടെ മാർക്കറ്റ് പണം എന്നതിനപ്പുറം ഇതിൽ ഗുരുതരമായ ഒരു വിശ്വാസ്യതയുടെ ബ്രീച്ച് ഉണ്ടാവാനിടയുണ്ട് എന്നുള്ളത് കൂടി ഇതിന്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ വിഷയം കേന്ദ്രം ഗൗരവതരമായി തന്നെ കാണുന്നുണ്ട്, അതിൽ ഗൗരവതരമായ ഇടപെടൽ നടത്തുന്നു എന്ന് തന്നെയല്ലേ എംപിമാർക്ക് നൽകിയ ചോദ്യത്തിന്റെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിയുക? ദിലീപ്, ഹാഷ്മി, കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായാണ് ഇത് സംബന്ധിച്ച 24ന്റെ വെളിപ്പെടുത്തലിനെ കാണുന്നത്. നവംബർ മാസം 27-ാം തീയതി 24 പുറത്തു കൊണ്ടുവന്ന ആ ഞെട്ടിക്കുന്ന വാർത്ത, രാജ്യത്തെ ടെലിവിഷൻ വ്യവസായത്തിന്റെ നട്ടെല്ലു തകർക്കുന്നതിന് വേണ്ടി, വാർത്താ ചാനലുകളുടെ നട്ടെല്ലു തകർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരു ചാനൽ നടത്തിയിട്ടുള്ള ആ വലിയ തട്ടിപ്പിന്റെ, ബാർക്ക് എന്ന് പറയുന്ന ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട ബാർക്കിന്റെ മാനേജറായിട്ടുള്ള, സീനിയർ മാനേജറായിട്ടുള്ള ഒരു വ്യക്തി, പ്രേംനാഥ് എന്ന് പറയുന്ന ഒരാളും കേരളത്തിലെ ഒരു ചാനലും നടത്തിയിട്ടുള്ള ആ തട്ടിപ്പിനെ കുറിച്ചുള്ള ആ വെളിപ്പെടുത്തൽ, അത് കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് എന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകനാണ് ഇന്ന് ലോക്സഭയെ രേഖാമൂലം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കെ സുധാകരന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് രേഖാമൂലം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മറുപടി നൽകിയിട്ടുള്ളത്. 5 ചോദ്യങ്ങളാണ് ഇന്ന് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഡീൻ കുര്യാക്കോസും കെ സുധാകരനും ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഈ 24 പുറത്തുവിട്ടിട്ടുള്ള ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് അറിവുണ്ടോ? ബാർക്കിലെ ഒരു ജീവനക്കാരനുമായി ചേർന്ന് കേരളത്തിലെ ഒരു ചാനൽ ബാർക്ക് റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ചുള്ള ആ വാർത്തയെക്കുറിച്ചുള്ള അറിവുണ്ടോ? മാത്രമല്ല, ഇക്കാര്യത്തിൽ തുടർന്ന് സ്വീകരിച്ചിട്ടുള്ള എന്തെങ്കിലും നടപടികൾ, ഫോറൻസിക് പരിശോധനയ്ക്ക് ഇക്കാര്യം അയച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഉന്നതതല അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ? സംസ്ഥാന പോലീസിൽ നിന്ന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമായി ഇവർ ഉന്നയിച്ചിരുന്നത്, ഈ ചാനലിൻ്റെ ഉടമകൾ മുൻകാലത്ത് ഇത്തരം തട്ടിപ്പുകളിൽ പ്രതിയായ നിരവധി കേസുകളുണ്ട്, അവർ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പ്രതിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ടോ എന്നതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഈ ബാർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നതായിരുന്നു. അഞ്ചാമതായി, ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള, ഈ ബാർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്, റേറ്റിംഗുമായി ബന്ധപ്പെട്ട സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വിശദമാക്കാമോ എന്ന ചോദ്യത്തിനാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ലോക്സഭയെ ഇതിൻ്റെ മറുപടിയായി അറിയിച്ചിരിക്കുന്നത്. മിനിസ്ട്രി, മന്ത്രാലയം ഈ വാർത്ത വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാർക്കിലെ ഒരു ജീവനക്കാരനുമായി ചേർന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നുള്ള ആ വാർത്ത, 24ന്റെ ആ വാർത്തയെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന DGPയോട് ഇതിൻ്റെ പ്രാഥമികമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. FIRൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ വിശദമാക്കിയുള്ള റിപ്പോർട്ടാകണം നൽകേണ്ടത് എന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെലിവിഷൻ റേറ്റിംഗ് സുതാര്യമാക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയിരുന്നു. ഇപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിക്കൊണ്ട് ബാർക്ക് റേറ്റിംഗ് സുതാര്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഓപ്പറേഷൻ സത്യയിലൂടെ 24 വെളിച്ചത്ത് കൊണ്ടുവന്ന ആ വാർത്ത, തട്ടിപ്പ് നടത്തി റേറ്റിംഗിൽ മുന്നിലെത്തുന്നത് സംബന്ധിച്ച ആ വാർത്ത, അത് ആ ചാനൽ നടത്തുന്ന കള്ളത്തരങ്ങൾ, അത് വെളിച്ചത്ത് കൊണ്ടുവരികയും, ഒരു പ്രേംനാഥ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ലെന്നും, ഇത് കോടികൾ മറിയുന്ന ഇടപാടാണെന്നും, ആ കോടികൾ പല ആളുകളിലേക്കും പോകുന്നുണ്ടെന്നും, ആ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ആ കോക്കസിന്റെ ഒരു കണ്ണി മാത്രമാണെന്നും ഒക്കെയുള്ള അതിഗുരുതരമായ സംശയങ്ങളുണ്ട്. മാത്രമല്ല, ഒരു സാധാരണ ലോജിക്കിൽ തന്നെ ഒറ്റ ഉദ്യോഗസ്ഥൻ നടക്കുന്ന ഒന്നല്ല. അപ്പോൾ അതിലേക്കൊക്കെ വളരെ വിശദമായ ആഴത്തിൽ അന്വേഷണം പോകാൻ ഉതകുന്ന ഒരു കേന്ദ്ര ഇടപെടലായി കാണാവോ DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെടൽ? ദിലീപ്, ഹാഷ്മി, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ കാര്യത്തെ കാണുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഈ വിഷയത്തെ കാണുന്നതും ആ ഗൗരവത്തോടു കൂടി തന്നെയാണ്. കാരണം ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് രാജ്യത്തെ ടെലിവിഷൻ വ്യവസായത്തെ തകർക്കുന്നതാണ്, അതിനെ പൊളിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളഞ്ഞ വഴിയിലൂടെ റേറ്റിംഗ്
കൈക്കലാക്കി മുന്നിലെത്തുന്നതിന് വേണ്ടി ബാർക്കിലെ ജീവനക്കാർക്ക് കൈക്കൂലി കൊടുക്കുക, അതുവഴി റേറ്റിംഗിൽ ആഴ്ചതോറും പ്രസിദ്ധീകരിക്കുന്ന ടെലിവിഷൻ റേറ്റിംഗിൽ മുന്നിലെത്തുക എന്ന തന്ത്രമാണ് ഈ ചാനൽ ഉടമ പരീക്ഷിച്ചത് എന്ന കാര്യം ഏറെക്കുറെ എല്ലാവർക്കും പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കേരള പോലീസ് തുടർ നടപടികൾ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് വിശദമാക്കണമെന്ന് സംസ്ഥാന പോലീസിനോട് ഇപ്പോൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു തട്ടിപ്പ് അത് പുറത്തു കൊണ്ടുവരികയായിരുന്നു 24 ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ കേരള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ കടക്കുകയാണ്. കേരള പോലീസ് ഇക്കാര്യത്തിൽ ഇതിനകം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് സംസ്ഥാന DGP വിശദീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.